ഹലോ. എന്തായാലും ഇന്ന് അലർജീനെ കുറിച്ചിട്ടാണ്. ഞാൻ പ്രത്യേകിച്ച് ഞങ്ങളിപ്പോൾ കുർക്കുമ എലിക്സിർ അതുപോലെയുള്ള പല കോമ്പിനേഷനുകൾ കൊടുത്തപ്പോൾ അനേക വ്യക്തികൾക്ക് അത്ഭുത മാറ്റങ്ങളാണ് കണ്ടത്. ഈ അത്ഭുത മാറ്റങ്ങൾ നമുക്കും എടുക്കണ്ട. കാരണം ഇന്ന് ചിന്തിക്കുക, ഇന്ന് എല്ലായിടത്തും ഒരുവിധം എല്ലാ വീട്ടുകളിലും എൻ്റെ ഉടനെ തന്നെ ചീറ്റലും തുമ്മലും വലിയൊരു വിഷയം തന്നെയാണ് അല്ലേ? അപ്പൊ അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ആദ്യം നമുക്ക് കാരണങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാം. ഇല്ലെങ്കിൽ പിന്നെ കുർക്കുമ എലിക്സിർ അങ്ങനെയുള്ള കാര്യ സപ്ലിമെന്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് അതുകൊണ്ട് എന്ത് ചെയ്യാമെന്ന് നമുക്ക് കാണാം. കാരണം അനവധി ആൾക്കാർ യഥാർത്ഥത്തിൽ അത് രോഗമാണെങ്കിൽ നമുക്ക് പിന്നെ അതിന് മെഡിക്കേഷൻ കാര്യങ്ങൾ തന്നെയാണ്. രോഗം അല്ല ആവണേക്കാളും മുൻപ് നമുക്ക് അത് നിയന്ത്രിക്കാൻ സാധിക്കണം. 80-90% ആൾക്കാർ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ എന്തുകൊണ്ട് നമുക്കത് നോക്കിക്കൂടാ? അപ്പൊ അതല്ലേ നല്ലത്. അപ്പൊ ഇതൊരു മെഡിസിനും കാര്യങ്ങളും ഒന്നല്ല. ഒന്ന് മാത്രം മനസ്സിലാക്കുക, ഇതൊരു സപ്ലിമെന്റ് മാത്രം ആർക്കും ചെയ്യാം. ഇപ്പൊ നോർമലി ഞാൻ അത് ചെയ്യാറുണ്ട്. കാരണം ഏതെങ്കിലും കാലത്ത് അലർജന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാവുന്നതല്ല. വർഷങ്ങളോളം പലതും നമ്മൾ സഹിക്കാൻ തുടങ്ങുന്ന സമയത്ത് പതുക്കെ നമ്മുടെ ശരീരം നമ്മുടെ കൈ വിടുന്നതാണ്. അപ്പൊ അവിടെയാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും പല ആൾക്കാർ ഈ കൃഷി സ്ഥലങ്ങളുടെ അടുത്തൊക്കെ താമസിക്കുന്നവർക്ക് പോളന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഡസ്റ്റ് റോഡ് സൈഡൊക്കെ താമസിക്കുകയാണെങ്കിൽ ഡസ്റ്റിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതേ പ്രകാരം തന്നെ പുക, പിന്നെ മൃഗങ്ങൾ ഉണ്ടെങ്കിൽ മൃഗത്തിന്റെ അതിൽ നിന്ന് ഉണ്ടാവണ പലതരത്തിലുള്ള അലർജിക് ഇൻഫെക്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുകളാണ്. ഇന്ന് നോക്കാം, ഇന്ന് ഡൽഹി ബോംബെ പോലെയുള്ള സ്ഥലങ്ങളിലെ പൊല്യൂഷൻ ലെവല് വളരെ ഡേഞ്ചറസ് ആണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10ന്റെ 12ന്റെ ആവറേജ് ഞാൻ താമസിക്കുന്ന സ്ഥലമാണെങ്കിൽ ഈ നഗരങ്ങളിലുള്ള അതിന്റെ പൊല്യൂഷന്റെ ഒരു അളവ് ചിന്തിക്കുമ്പോൾ ഭയം തോന്നുന്നു. അപ്പൊ അത് വെള്ളത്തിലും അങ്ങനെയുള്ള പല ഇതുകളിലുണ്ട്. അപ്പൊ എന്തൊക്കെയാ നമുക്ക് നോക്കാം. നോക്കിയേ, ഒന്നാമത് വീടുകളിൽ വെന്റിലേഷൻ കറക്റ്റ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായിട്ട് എയർ കണ്ടീഷൻ ആണെങ്കിൽ ഫ്രഷ് എയറിന്റെ അലവൻസ് വളരെ കുറവാണ്. പുതിയ തരം എ സികളിൽ ഒരു പക്ഷെ വെന്റിലേഷൻ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതല്ലാതെ തന്നെ പോളൻ ഗ്രെയിൻസ്, പിന്നെ കെമിക്കല് ഡിറ്റർജന്റ്, നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ്, പലപ്പോഴും തുണികൾ കഴുകുന്ന സോപ്പും കാര്യങ്ങള് ആക്ച്വലി വളരെ ഹൈ കെമിക്കൽ കാരണം കൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാറുണ്ട്. ജനങ്ങൾ അറിയില്ല ഇതൊക്കെ. പിന്നെ അതേപ്രകാരം തന്നെ നമ്മൾ ഉറങ്ങുന്ന ശൈലി, പിന്നെ രാത്രി കോർട്ടിസോളിന്റെ അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കാര്യം വെച്ചാൽ നമ്മള് നമുക്ക് അത് ആക്ച്വലി ബോഡീനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഹോർമോൺ തന്നെയാണ്. പക്ഷെ അതിന്റെ ഇംബാലൻസ് വരുന്ന സമയത്ത് നമുക്ക് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പൂപ്പല്, പ്രത്യേകിച്ച് റൂമൊക്കെ വരെ വൃത്തിയാക്കാണ്ടിരിക്കുമ്പോൾ ഉണ്ടാവണ പൂപ്പല്, പിന്നെ പാറ്റ. ഇത് പ്രത്യേകിച്ച് വലിയ നഗരങ്ങളിൽ വലിയ, സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ജീവിനെ ഭയമല്ല, എനിക്ക് ഈ ജീവിനെ അറപ്പ് എന്ന് പറഞ്ഞാൽ ഇത് രോഗങ്ങളുടെ കൊട്ടാറാണ് കേട്ടോ പാറ്റ. അതേ പ്രകാരം തന്നെ നമ്മുടെ ഈർപ്പം കൂടി നിൽക്കുന്ന സ്ഥലങ്ങൾ, വല്ലാണ്ട് മരങ്ങളും കാര്യങ്ങളും കൂടുതലുണ്ടെങ്കിൽ, പിന്നെ പഴകിയ ഡ്രസ്സ്, മറ്റേ മെറ്റീരിയൽസ്, പഴകിയ ബെഡും കാര്യങ്ങളുണ്ടെങ്കിൽ ആദ്യം ഉണ്ടാവണ ഒരു തരം പ്രത്യേക തരം ചെള്ളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചില വിദേശ രാജ്യങ്ങളിൽ പല തലണകൾ കിട്ടും. അതെന്താ വെച്ചാൽ മറ്റേ പക്ഷികളുടെ തൂവല് വെച്ചിട്ട് ഉണ്ടാക്കുന്ന സോഫ്റ്റ് ആണ്. പക്ഷെ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് കൂടെ ഉണ്ട്. പല ആൾക്കാർക്ക് ഇത് കടന്ന് 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 ലാസ്റ്റ് ESRന്റെ ലെവല് ഒന്ന് ഹൈ ആവും. പ്രത്യേകിച്ച് തൈറോയ്ഡ് ഒക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ESR വളരെ ഹൈ ആവും. അപ്പൊ ESR ഹൈ ആവാന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങളുടെ അലർജിക്ക് ഇതിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു. അപ്പൊ അത് വലിയ രോഗമായി ഓൾറെഡി മാറി. ചിന്തിക്കുക, ഫ്രിഡ്ജിലുള്ള ആഹാരം, പ്രത്യേകിച്ച് പാചകം ചെയ്ത ആഹാരം ഒരു കാരണവശാലും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കരുത്. എന്താ കാര്യം വെച്ചാൽ അതിൽ വളർന്ന പ്രത്യേക തരം ബാക്ടീരിയയും കാര്യങ്ങളുണ്ട്. അത് ആ ലോ ടെമ്പറേച്ചറിൽ വളർന്ന ബാക്ടീരിയ സിവിയർ ടെമ്പറേച്ചറിന് താങ്ങാൻ പറ്റുന്ന ബാക്ടീരിയന്റെ വളർച്ചയാണ്. അപ്പൊ അത് നമുക്ക് സ്മെല്ല് വഴിക്ക് നമുക്ക് തന്നെ അറിയാം. അപ്പൊ ഫ്രിഡ്ജിലത്തെ വെള്ളത്തിനൊക്കെ പ്രത്യേക സ്മെല്ല് ഉണ്ടാവും അല്ലെ? തണുത്ത വെള്ളം അല്ല പ്രശ്നം, അതിലുണ്ടാവണ ബാക്ടീരിയന്റെ വളർച്ചയാണ് പ്രശ്നമായി മാറുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഡെയിലി ക്ലീനിങ് ഒരു കാരണവശാലും ആരും ഫ്രിഡ്ജിലേക്ക് ചെയ്യാറില്ല. പാചകം ചെയ്ത ആഹാരം പ്രത്യേകിച്ച് ബാക്ടീരിയൽ അത് വളർച്ചയ്ക്ക് വളരെ ഈസിയാണ്. കാരണം അതിലെ ബാക്ടീരിയന്റെ വളർച്ച ഇതേ പ്രകാരം തന്നെ. ഇത് നോക്കിയാൽ പഴകിയ ബെഡിന്റെ കേസുകളാണ് കാണിക്കുന്നത്. ഒരുവിധം വീട്ടുകൾ പഴകിയ ബെഡാണ്. അപ്പൊ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 6 മാസം കൂടുമ്പോൾ നന്നായിട്ട് വെയിലത്ത്, അത് ചുട്ടുപൊള്ളുന്ന വെയിലത്തൊക്കെ നമ്മൾ അത് ട്രീറ്റ് ചെയ്ത് അതിൽ അത്യാവശ്യം ഫംഗിസൈഡും അതേപോലെ ഇൻസെക്ടിസൈഡ് അടിച്ച് വെയിലൊക്കെ കൊള്ളിച്ചാൽ നല്ലതായിരുന്നു. പക്ഷെ അത് ചെയ്യുന്ന വളരെ ചുരുക്കം ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഞാനത് ഒരു പക്ഷെ ചെയ്യുന്നുണ്ടാവാം, എന്റെ അറിവ് കുറവായിരിക്കാം. അതിൽ വളരുന്നതാണ് ഈ ഡസ്റ്റ് മൈറ്റ്. ഇത് വലിയ പ്രശ്നമാണ്, അലർജിന്റെ മെയിൻ വില്ലനാണ്. അപ്പൊ ഇത് മൃഗങ്ങളുടെ മേത്തും ഇത് കോമൺ ആയിട്ട് ഉണ്ടാവാറുണ്ട്. അതിന് നമ്മൾ ചെയ്യുന്നത് വളരെ സിമ്പിൾ ആണ്. ഒരു അലർജി ESR അങ്ങനെയുള്ള വ്യക്തികൾ, അതിരാവിലെ ചീറ്റലും തുമ്മലുള്ള വ്യക്തികൾ എന്താണ് ചെയ്യേണ്ടത്?
നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. കുർക്കുമ എലിക്സോർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അത് ഒരു 10 മില്ലി നമ്മൾ എടുക്കുക. ഇതേ പ്രകാരം ചെറിയൊരു ഗ്ലാസ്സിൽ ഇളം ചൂടുവെള്ളം, ഒരു ലൈറ്റ് ചൂടുള്ള വെള്ളത്തിൽ അത് ചെറുനാരങ്ങ, ഹാഫ് ചെറുനാരങ്ങ പിഴിഞ്ഞിട്ടാൽ മതി. ഒരു തുള്ളി തേൻ, ഏത് തേനാണെങ്കിലും കുഴപ്പമില്ല. നല്ല നാച്ചുറൽ തേൻ കിട്ടുകയാണെങ്കിൽ, ഉറപ്പായിട്ട് നല്ല തേനിന് വില ജാസ്തിയാണ്. അപ്പം നല്ല തേൻ കിട്ടുകയാണെങ്കിൽ ഒരു തുള്ളി അതിലിടാം. എന്നിട്ട് അതിൽ ഈ കുറുക്കും എലിക്സിർ 10 മില്ലി ഇട്ടിട്ട് അതിരാവിലെ വെറും വയറ്റിൽ നമ്മൾ എല്ലാ ദിവസവും കഴിച്ചു കഴിഞ്ഞാൽ മിക്കവാറും 15 മുതൽ ഒരു മാസത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് അതിന്റെ ഗുണങ്ങൾ കാണുന്നതാണ്. ഇത് കഴിക്കുന്ന സമയത്ത് ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നോക്കണം. പ്രത്യേകിച്ച് നമുക്ക് ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത സ്ഥലങ്ങളാണെങ്കിൽ നമ്മൾ മാസ്കും കാര്യങ്ങളും ധരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. അപ്പൊ ഇതേപോലെ അനേക ടിപ്സും ഞാൻ പറയുന്നതാണ്. എന്താ കാര്യം വെച്ചാൽ, ഈ ഒരു കാര്യം ഉപയോഗിച്ചതിന് ശേഷം, ഇത് ചെയ്തതിന് ശേഷം അനവധി ആൾക്കാർ പറഞ്ഞു, സാറേ മരുന്ന് കഴിച്ച് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ മടുത്ത് പോയിരിക്കുകയാണ്. മരുന്ന് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡോസേജ് വളരെ കൂടിയ കാരണം കൊണ്ട് നമുക്ക് ആകെ മത്ത് പിടിച്ച പോലെയാണ്. ശരിയാണ്. എന്താ കാര്യം വെച്ചാൽ, അത് ശരിക്കും നിങ്ങളുടെ ബോഡീനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. എന്താണ് ചെയ്യുന്നത്? അത് ഹിസ്റ്റമിൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അത് ആ എൻസൈം, ആ ഹോർമോൺ എന്താ ചെയ്യുന്ന വെച്ചാൽ, നമ്മുടെ ഇന്ന് ഈ ഫോറിൻ ബോഡി അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അൺവാണ്ടഡ് ആയിട്ട് അത് ട്രിഗർ ആവാൻ തുടങ്ങുമ്പോൾ നമുക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടായി മാറും. അപ്പൊ അതിന് പരമാവധി നമ്മൾ ഒരു സപ്ലിമെന്റ് കൊടുക്കണമെന്ന് മാത്രം, ഒന്ന് മാത്രമേ ചിന്തിക്കുക, ഇത് ഇന്ന രോഗത്തിനുള്ളതല്ല, എല്ലാവർക്കും ചെയ്യാവുന്ന, എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു വിഷയമുള്ളൂ. എന്താ കരുച്ചാൽ, ബോഡിയിൽ നിന്നുള്ള എന്തെങ്കിലും തരത്തിലുള്ള ടോക്സിൻസോ അങ്ങനെ എന്തെങ്കിലും വല്ലാണ്ട് ഓവറായിട്ട് ഡെവലപ്പായി മാറുന്നേക്കാളും മുൻപ് നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രതിവിധിയാണ്. അപ്പൊ ഇതേപോലെ അനേക പ്രതിവിധികൾ ഞാൻ എൻ്റെ ചാനലിൽ പറയുന്നതായിരിക്കാം. MKR CSM യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാം. കമന്റ്സ് ഉണ്ടെങ്കിൽ 100% കമന്റ് ചെയ്യാൻ. എന്താ കാര്യം വെച്ചാൽ, 90% കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലർക്കും അത് കിട്ടാത്തതിന്റെ മെയിൻ കാരണം അവർക്ക് ഓൾറെഡി അവർ ശ്വാസം മുട്ടിന്റെ മെഡിസിൻസോ അങ്ങനെ എന്തെങ്കിലും വളരെ ഹൈ സ്റ്റേജിൽ അവർ കടന്നിരിക്കുകയാണ്. അവർ യഥാർത്ഥ ഒരു രോഗിയായി മാറിയിരിക്കുകയാണ്. പക്ഷെ 80-90% ആൾക്കാർക്ക് റിസൾട്ട് കിട്ടാന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു അതിശയം തന്നെയാണ്. ഇനി അത് വല്ലാണ്ട് പൊല്യൂട്ടഡ് ഏരിയയിലൊക്കെ താമസിക്കുന്ന വ്യക്തികളാണ്, ഡൽഹി ബോംബെ പോലെയുള്ള നഗരങ്ങളിൽ താമസിക്കുകയാണെങ്കിൽ, നിങ്ങൾ അതിനുള്ള മാസ്കും കാര്യങ്ങളും നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഉപകാരമാണ്. രാത്രി കിടക്കുന്ന സമയത്ത് ആവി പിടിക്കുക. ഇതേ പ്രകാരം ഞാൻ പറയാറുണ്ട്. വല്ലാണ്ട് മൂക്കടപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു തുള്ളി മൂക്കിലേക്ക് കുർക്കുമ എലക്സോർ ഓരോ തുള്ളി നമ്മൾ ഇട്ടാൽ മതി. എന്താ കാര്യം വെച്ചാൽ, അത് വെറും മഞ്ഞളിന്റെ ഒരു ശുദ്ധമായ എക്സ്ട്രാക്റ്റ് ആണ്. അതിൽ വേറെ ഹെവി മെറ്റൽസ് കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിരിക്കുകയാണ്. അത് ഉപയോഗിക്കുമ്പോൾ പലതരത്തിലുള്ള ഇൻഫെക്ഷൻസിനെ ഒഴിച്ചാൽ മതി. ഈവൻ കൊറോണ പോലെയുള്ള വലിയ ഇൻഫെക്ഷൻസിനെ ഒരു പരിധി വരെ നമുക്ക് നിർത്താൻ നമ്മളെ കൊണ്ട് സാധിക്കും. അപ്പൊ ഇതൊരു മെഡിസിൻ അല്ലേ അല്ല, എല്ലാവർക്കും ചെയ്യാവുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നമുക്ക് ഇനി അടുത്തൊരു ഇതിലേക്ക് നമുക്ക് വീണ്ടും നമുക്ക് കാണാം. അതുവരെ നന്ദി നമസ്കാരം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ പ്രോഗ്രാം നിർത്തുന്നു. വീണ്ടും നമുക്ക് അടുത്ത ഇതിലേക്ക് കാണാം. താങ്ക് യു.